ഡ്രൈവർമാരും കൂടെ ഒരുമിച്ച് ഓടിപ്പോവുക, മറ്റവരുടെ കൂടെ ഓടിപ്പോവുക. സിനിമക്കാർ ഈ കഥയാണ് നമ്മൾ പഠിപ്പിച്ചത്. എനിക്ക് ദേഷ്യം വന്ന് ഈ സിനിമക്കാർക്കെതിരെ ഒന്ന് ദുആ ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. റബ്ബേ, ഈ കൗമിനെ ഇങ്ങനെ പഴിപ്പിച്ചത് അവരാണല്ലോ. ഓരോരോ സിനിമ കൊണ്ടുവരാ, എന്നിട്ട് ഇതിവൃത്തം മുസ്ലിം കുട്ടികൾ അമുസ്ലിമിന്റെ കൂടെ പോകുന്നത്. എന്നിട്ട് ഈ മിക്സ്ഡ് മാരേജുകളൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ ഇന്റഗ്രിറ്റി, സുബ്ഹാനല്ലാഹ്, എന്തൊരു വിഷമം, എന്തൊരു വേദനയാണിത്. അള്ളയും പടച്ചോനും തിരിയാത്ത കാഫിറുകളാണ് ഈ പറയുന്നത്. അവർക്ക് പരലോകം എന്താണെന്നറിയോ, ജീവിതക്ക് എന്തിനാണെന്നറിയോ, ആരാണ് ഉമ്മ വാപ്പ എന്നറിയോ, എന്തിനാണ് ജീവിതം, എന്താണ് ഖബർ, എന്താണ് റബ്ബ്, ഇതൊന്നും തിരിയാത്തവന ഇവിടെ മിക്സ് മാരേജുകൾ വേണമെന്ന് പറയുന്നത്. മുസ്ലിമിനത് പറ്റുമോ? പറ്റില്ല. നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി പറഞ്ഞ ഈ സിനിമയിലെ നായകന്മാർ സ്വന്തം ഭാര്യ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് സഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക കാണിച്ചത് ഇവരാണ്. 100 സിനിമകൾ പുതിയെണ്ണായി അനുഭവിച്ച പെണ്ണ ഒരു കല്യാണം കഴിഞ്ഞപ്പോ 2 മാസം കൊണ്ട് അവൾക്ക് വിവാഹമോചനം അല്ലേ? ഒരുപാട് സിനിമകളിൽ കണ്ട പെണ്ണുങ്ങളെ മുഴുവനും ചാടിച്ചു കൊണ്ടുപോകുന്ന അഭിനയം നടത്തിയിട്ട് 100 അതിനപ്പുറവും സിനിമ അഭിനയിച്ചു എന്ന് മേനി പറഞ്ഞ് നടന്ന് സ്വന്തം ഭാര്യയെ കൊണ്ടു നടക്കാൻ പോലും നട്ടലില്ലാത്ത ഇവരാ ഈ സമൂഹത്തിന്റെ കല്യാണത്തിന്റെ പേരിൽ മാതൃക കാണിക്കാൻ വന്നത്. അവർക്ക് കുടുംബ കോടതി കയറിയിറങ്ങണം അല്ലേ? വിവാഹമോചനം വേണം. കുട്ടിയെ അവളോ ഞാനോ ആരാണിത്? ഇവരൊക്കെയാ നമ്മുടെ കുട്ടികളെ പഴിപ്പിച്ചത്. ഈ നടന്മാരാ നടിമാരാ നമ്മുടെ മക്കളെ പഴിപ്പിച്ചത്. അവർക്ക് സ്വന്തമായി യാഥാർത്ഥ്യമുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മുടെ സമൂഹം ഇത് കണ്ട് പഠിക്കുക, നമ്മൾ ഇത് കണ്ടാടുകയാണ്. ഇവർക്ക് പോലും ഇത് സാധിക്കുന്നില്ല. നമ്മുടെ മാതൃക അള്ളാഹുവിന്റെ റസൂലല്ലേ, ഹബീബിന്റെ അനുയായികളല്ലേ, മുസ്ലിമീങ്ങളായ സാത്വികരായ നമ്മുടെ മുൻഗാമികളല്ലേ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ചു. നമ്മൾ സിനിമക്കാരന്റെ കൂടെ അനുഭവിക്കും, ഇത് അനുഭവിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക നമ്മൾ പിഴവാക്കി. വിശുദ്ധ ഖുർആനിന്റെ മാതൃക വേണ്ടാന്ന് വെച്ചു. ഖുർആൻ ഒത്തു നടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിനെ പറ്റിയുള്ള അപദാനങ്ങളില്ല. അവരുടെ ചരിത്രം വായിക്കപ്പെടുന്നില്ല. ഒന്നും വേണ്ട, സീരിയലും സിനിമയും മാത്രം. നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു വളർന്നു. എന്നിട്ട് തലപൊക്കി നടക്കാൻ പറ്റണില്ല നമുക്ക് അല്ലേ? മനസ്സിലാക്കി എവിടെയാണ് പിഴച്ചുപോയത് എന്ന്.